ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പനീർ ഭുർജിയാണ്. എന്നാൽ പിന്നെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പനീർ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇതേപോലെ എടുക്കാനുണ്ട്. പിന്നെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറിയ ജീരകം കൊണ്ട് ഇട്ട് കൊടുക്കണം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞിതാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ പൊടിയാക്കി അരിഞ്ഞ പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ തന്നെ നന്നായിട്ട് ചെറുതാക്കി അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ സവാള എല്ലാം കൂടി നമുക്ക് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പ്. അത് പിന്നെ എല്ലാവരും അതാണല്ലോ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വേഗണം കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. തക്കാളി ജസ്റ്റ് നമ്മൾ വാട്ടിയെടുക്കാം. പിന്നെ നമുക്ക് പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം നന്നായി വാട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ പനീറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളമേ യൂസ് ചെയ്യണില്ല. അപ്പോൾ നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.